ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഒരു 3 മാസത്തോളമായിട്ട് വിട്ടുമാറാത്ത പനി, ചുമ, അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിലെല്ലാവർക്കും. അവസാനം എനിക്കും ലെക്സിക്കും അത് ന്യൂമോണിയ ആയിട്ട് മാറി. ഞാൻ സിക്ക് ലീവിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഒന്ന് റെഡി ആയത്. അതായിരുന്നു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ ഷൂട്ട് ചെയ്തെല്ലാം വെച്ചതായിരുന്നു. പക്ഷെ ആ ടൈമിലുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഒന്ന് മാറി എല്ലാം ഓക്കെ ആയതിനു ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരുന്നതായിരുന്നു. കഴിഞ്ഞ മാസം എല്ലാം റെഡി ആയതാണ്. പക്ഷെ വീണ്ടും ഞാൻ വേറെ പ്രൊജക്റ്റിലേക്ക് മാറിയപ്പോൾ പിന്നെ പുതിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾക്ക് പഠിക്കാനും കുറേയൊക്കെ ഡെഡ് ലൈനിന് മുമ്പ് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് വന്നത്. കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും കാണാത്ത ഇതിൻ്റെ ഇതിൽ. നമ്മള് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ചാനൽ സ്റ്റോപ്പ് ചെയ്തോന്നായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ല, സ്റ്റോപ്പൊന്നും ചെയ്തിട്ടില്ല. അസുഖം ആയതുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് എടുത്തത്. എല്ലാം അപ്ലോഡ് ചെയ്യായിരുന്നു. പക്ഷെ അത്രയും എന്താ പറയാ, അത്രയും വയ്യായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ അത്രയും എല്ലാം ഓക്കെ ആയതിന് ശേഷം ബാക്കി ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ള ഡിസിഷൻ. അത് അത്രയും വലിയ ഗ്യാപ്പ് വന്നത്. അല്ലാതെ ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഗ്യാപ്പ് വന്നാലും നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ടൈറ്റിൽ കണ്ടിട്ടൊന്നും ഇതാവണ്ട, അത് ക്ലിക്ക് ബൈറ്റ് ആണ്. വീഡിയോ പ്രൊഡക്ഷനും നമ്മുടെ ഇതൊന്നും നമുക്ക് ഫ്യൂച്ചറിലേക്ക്, ഈ ചാനലിന്റെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു സ്പെസിഫിക്, ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞു, നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതിനെല്ലാം നമ്മൾ നീഷിനെല്ലാം നമ്മൾ നോക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ടാലൻസുകളും എല്ലാം ഈ ചാനലിൽ കൂടെ നമ്മൾ കൊണ്ടുവരും. യാത്രയായാലും ഫുഡായാലും ഇനിയിപ്പോൾ റിവ്യൂ ആയാലും എല്ലാം അങ്ങനെ നമ്മൾക്ക് ഇന്നത് എന്നൊരു സംഭവം ഇല്ല ഈ ചാനലിൽ. അപ്പം അതുകൊണ്ട് ഈ ചാനൽ സ്റ്റോപ്പ് ഒരിക്കലും ആവില്ല. വിളിച്ചവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. നമ്മുടെ മൈഗ്രേഷൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊന്നും ആ ടൈമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ വേറെ ഒന്നാണ്, ഒരിക്കലും വിചാരിക്കാത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു നോർത്ത് വോൾട്ടിന്റെ ഇൻസിഡന്റ്. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വന്നത്. നമ്മളാരും കരുതിയില്ല ഇത്രയ്ക്കും ഇതായിരുന്നു. ഒരുപാട് പേരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടു. അത് വിളിച്ചവരും പറഞ്ഞു. പിന്നെ അടുത്തൊരു ന്യൂസും കേട്ടു, സ്കാനിയ ടേക്ക് ഓവർ ചെയ്യും, അവരൊരു ബാറ്ററി വിഭാഗത്തിന്റെ സംഭവം ടേക്ക് ഓവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനും കാര്യങ്ങളും എന്താ വെച്ചാൽ നിങ്ങൾ അറിയിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഹെൽപ്പ് എന്താ വെച്ചെങ്കിൽ, നമുക്ക് വിളിച്ച ആൾക്കാരൊക്കെ ഉള്ള നമ്മൾ റെഫറൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഓപ്പണിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഇതിൽ നിങ്ങളുടെ കമ്പനികളിലെ വല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസോ നിങ്ങളുടെ റെഫറൻസോ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവരെ അറിയുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പരമാവധി പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ചും മോശം തന്നെയാണ്. അതിപ്പോൾ സ്പെഷ്യലി അറിയാലോ, നമുക്ക് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. അതാണ് ഇത്രയും ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞിരിക്കണം കാരണം. പിന്നെ ഈ താരിഫ് ഫോറും ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണല്ലോ. ഇതൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷമായിരിക്കും വീണ്ടും എന്താ പറയുക, എക്കോണമി നോർമൽ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒന്നാണ് ഇപ്പോൾ റേറ്റ് കട്ട്സ് ഒക്കെ ഈ ECB, ഇവിടുത്തെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ഇവിടുത്തെ എന്താ പറയുക, ആൾക്കാരുടെ കയ്യിലും കമ്പനികളുടെ കയ്യിലും പൈസ വന്നു ചേരും. അപ്പോൾ പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വേറെ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ പതിവ് പോലെ എല്ലാ ദിവസവും ഒന്നും പറയുന്നില്ല. കാരണം എല്ലാ ദിവസം എന്ന് പറയുന്ന ദിവസം മുതലേ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പരമാവധി കഴിയാവുന്നതെല്ലാം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കീപ്പ് ഇൻ ടച്ച്. ഇനിയുള്ള ദിവസങ്ങളിലെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വഴി അറിയിക്കാം. അപ്പോൾ സ്റ്റേ സേഫ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ ഫ്രം റോയിൻ കുഞ്ഞു, Lexi and Robbie. Bye. Don't waste time to my place. I feel my heart erase. So catch me if I fall.